ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പുകാലത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ നോമ്പുകാലം ശരീരവും മനസ്സും ഒരേപോലെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ 2 വഴികളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് നാശത്തിലേക്കുള്ള വഴി, മറ്റൊന്ന് ജീവങ്കിലേക്കുള്ള വഴി. നാശത്തിലേക്കുള്ള വഴി വളരെ വിശാലമാണ്, എന്നാൽ ജീവങ്കിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണെന്ന് ഈ ഭാഗത്തേക്ക് പറയുന്നു. ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജീവങ്കിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നാം നമ്മുടെ ജീവിതത്തെ സാധാരണമായ ഒരു ജീവിതം നയിച്ചാൽ ഒരിക്കലും ജീവങ്കിലേക്കുള്ള വഴി കണ്ടെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. വിശ്വപ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി റോബർട്ട് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ദ റോഡ് നോട്ട് ടേക്കൺ എന്ന കവിതയിൽ ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ കവിതയിൽ അദ്ദേഹം ആ കവിതയുടെ ആരംഭത്തിൽ 2 വഴികളെക്കുറിച്ച് പറയുന്നു. ഒന്ന്, ഒരുപാട് പേർ യാത്ര ചെയ്യുന്നതും വളരെ മനോഹരമായ ഒരു വഴിയാണ്. മറ്റൊന്ന്, വളരെ ദുർഘടം പിടിച്ചതും ആരും യാത്ര ചെയ്യാത്തതുമായ വഴി. ഇതിലേത് തിരഞ്ഞെടുക്കുന്നു? ഇതിൽ ഏത് വഴി തിരഞ്ഞെടുക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ആ കവിതയുടെ അവസാനമാണ് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞിരിക്കുന്നു: ഐ ടുക്ക് ദ വൺ ലെസ് ട്രാവൽഡ് ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് ഓൾ ദ ഡിഫറൻസ്. വളരെ ചുരുക്കം പേർ അല്ലെങ്കിൽ ആരും തന്നെ യാത്ര ചെയ്യാത്തതായ ആ വഴി ഞാൻ തിരഞ്ഞെടുത്തു, അതെന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി. ജീവങ്കിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുന്നവർ നിശ്ചയമായിട്ടും വ്യത്യസ്തരാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു യൗവനക്കാരൻ ക്രിസ്തുവിനോട് ചോദിക്കുന്നുണ്ട്, നിത്യജീവനെ അവകാശമാക്കുവാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന്. ക്രിസ്തു അവന് മറുപടി നൽകുന്നു, താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിപ്പാൻ പറയുന്നു. തൻ്റെ ക്രൂശ് എടുക്കുവാനായിട്ട് പറയുമ്പോൾ അത് കേവലം എന്തെങ്കിലും ഒരു ഭാരം ചുമലിലേക്കുവാനായിട്ടല്ല, ജഡികമായ മോഹങ്ങളെ വെടിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ചിലത് നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് അവിടെ ക്രിസ്തു ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ ഭാഗത്ത് പറയുന്നത്, നല്ല വൃക്ഷം നല്ല ഫലം നൽകുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം നൽകുന്നു. നല്ല വൃക്ഷം നല്ല ഫലം നൽകുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം നൽകുന്നു. നമ്മൾ 50 ദിവസം നോമ്പ് നോക്കുമ്പോൾ കേവലം നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിനപ്പുറത്തേക്ക് നമ്മുടെ ആകാത്ത ഫലങ്ങളെ വെട്ടി തീയിലിടുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? ആകാത്ത ഫലങ്ങൾ എന്നുദ്ദേശിക്കുന്നത് നമ്മുടെ ജഡീകമായ മോഹങ്ങളെ വെട്ടി തീയിലിട്ട് കളയുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നാം ഈ നോമ്പ് നോക്കുന്നത് വ്രതമാണ് എന്ന് ഈ സമയത്ത് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവസാനമായിട്ട് ആ ഭാഗത്ത് പറയുന്നു, എന്താണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ പ്രവൃത്തി എന്താണ്? എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവരല്ല, നേരെ മറിച്ച് മദർ തെരേസയെ പോലൊക്കെ ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രവൃത്തിയിലൂടെ കാണിക്കുവാനായിട്ട് കഴിയണമെന്നാണ് ഈ ഭാഗത്ത് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇടുങ്ങിയ വഴിയിലൂടെ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയണം. അപ്പോൾ നമ്മളിൽ നല്ല ഫലങ്ങളുണ്ടാവും. നല്ല ഫലങ്ങൾ, ഒരു വൃക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലങ്ങൾ ആ വൃക്ഷം അനുഭവിക്കുന്നില്ല, നേരെ മറിച്ച് മറ്റുള്ളവരാണ് അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫലങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരും. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ ഈ നോമ്പ് നോക്കുന്നതിലൂടെ ഇത്തരത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തി നമ്മുടെ ഫലങ്ങൾ സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു.